ഇവിടെ സ്വാഗതം ആശംസിച്ച KJ ജോസഫ് സാറ്, വിവിധ ലൈബ്രറികളുടെ ഭാരവാഹികൾ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, PN പണിക്കർ സാറിൻ്റെ ചരമദിനം വലിയ ആഘോഷത്തോടുകൂടി നമ്മൾ നടത്തുകയാണ്. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. വായനാ ദിനം ഇത്രമാത്രം ജനകീയമായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം PN പണിക്കർ സാറാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അന്ന് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ ഏതാണ്ട് 5623 ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നു എന്നുള്ളത് സത്യത്തിൽ അത്ഭുതാവഹമായ കാര്യമാണ്. ഇത് സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, സ്ഥാപിച്ചതിന് ശേഷം അതിനെ പരിപാലിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ കൂടി ചെയ്തു കൊടുത്തു. ഈ നീലമ്പേരൂർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ അന്ന് യാത്രാ സൗകര്യം ഇല്ലാതിരുന്ന സമയത്ത് നടന്ന് കേരളത്തിലെമ്പാടും സഞ്ചരിച്ച്, അതിനുശേഷം പറയുന്നത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കൊതുമ്പ് വള്ളത്തിൽ കുട്ടനാട്ടിലെ മുഴുവൻ പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തി. അധിക കാലമൊന്നും ആകാതെയുള്ള ഒരു സമയത്താണ് ലൈബ്രറികൾ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക മുഖമായി നിൽക്കാൻ പ്രാപ്തിയുള്ളതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പണിക്കർ സാറിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനം പകരണം. ഈ ഗ്രാമത്തിന്, ഈ നാടിന്, അതിന്റെ തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരിക്കൊക്കെ ഏറെ അഭിമാനം പകരുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വീട്, ഈ ഭവനം, ഈ കുടുംബം വിട്ടുകൊടുത്ത് ഒരു സ്മാരകം പണിയാൻ കോട്ടയം പബ്ലിക് ലൈബ്രറി തയ്യാറാവുകയും അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഈ ആദ്യം നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ വീഴാറായ ഒരു കെട്ടിടമായിരുന്നു. നമ്മൾ പല പ്രാവശ്യം ഈ ഗവൺമെന്റിന്റെ വകയും അടുക്കലും അതുപോലെ തന്നെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ അടുക്കലും നമ്മൾ നിവേദനം കൊടുക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും ഫലം ചെയ്തില്ല. പക്ഷേ കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ ഇട്ടിച്ചെറിയ അവറുകൾ അതിനുള്ള സൗകര്യമൊരുക്കുകയും ഗംഭീരമായി അത് അദ്ദേഹത്തിന്റെ ഭവനം അതേ പരുവത്തിൽ തന്നെ പുനർജീവിപ്പിച്ച് നിർത്താനുള്ള തീരുമാനവും എടുത്തു. നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്, നമുക്ക് അന്തസ്സുണ്ടാക്കുന്ന കാര്യമാണ്. ലൈബ്രറികൾ കാലത്തിന്റെ പ്രത്യേകതകൾ, ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ അതിന്റെ ശക്തി ചോർന്നുപോയി എങ്കിലും വീണ്ടും അത് പുതിയതായി രൂപപ്പെട്ടു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അറിവ് എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിന്റെ മഹാത്മ്യം ഉയർത്തിപ്പിടിക്കുവാൻ പുതിയ തലമുറയ്ക്ക് ഇനിയും കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വായനയുടെ രാജകുമാരൻ എന്ന് പറയാവുന്ന PN പണിക്കർ സാറിനെ തമസ്കരിച്ചുകൊണ്ട് മറ്റു ചില ആളുകളാണ് ഇതിന്റെ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള ധാരണയിൽ മറ്റു ചില പ്രവർത്തനങ്ങൾ നടന്നു വന്നത് നമ്മൾ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെയായിരുന്നോ എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഈ വായനാ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഇത്ര രാവിലെ 8:30 മണിക്ക് തന്നെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും സാംസ്കാരിക പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതിലുള്ള സന്തോഷവും ആദരവും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.